സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബാഗാണ്. വെറും 1/2 മീറ്റർ തുണി ഉപയോഗിച്ച് വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്ക് നിർമ്മിക്കാവുന്ന ഒരു ബാഗാണിത്. നമുക്ക് ബാഗ് തയ്ക്കുന്നതിനായിട്ട് 1/2 മീറ്റർ തുണിയാണ് വേണ്ടത്. നമ്മൾ ആദ്യം ചെയ്ത ഒരു എംബ്രോയിഡറി ട്രീ, ഇതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. ഈ ട്രീ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. നമ്മൾ ആ എംബ്രോയിഡറി ചെയ്ത ട്രീ സ്ക്വയറായി കട്ട് ചെയ്യുകയാണ് ചെയ്തത്. അതിനുശേഷം നമ്മൾ ഈ ഫാബ്രിക്കിലേക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സെൻറ്റർ പോയിൻ്റ് കാണുകയാണ് ചെയ്യുന്നത്. 4 ഫോൾഡ് ചെയ്ത് അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് കണ്ടു. അതിനുശേഷം നമ്മൾ ഒരു ഭാഗത്ത് ഈ ട്രീ പാച്ച് ചെയ്യാണ് ചെയ്യുന്നത്. സെൻറ്ററിൽ നമ്മൾ പിന്ന് ഉപയോഗിച്ചിട്ട് സെക്യൂർ ചെയ്യാണ് ചെയ്യുന്നത്. നമുക്ക് അരികു മടക്കി തയ്ക്കാം. അതായത് 4 ഭാഗവും പാച്ച് ചെയ്ത് വെക്കുകയാണ് നമ്മൾ ഈ ബാഗുമ്മ ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇത് പ്ലെയിൻ കളർ, നമ്മളിപ്പോൾ വൈറ്റ് ആയിട്ടുള്ള പ്ലെയിൻ കളറാണ് എടുത്തിരിക്കുന്നത്. ബോർഡർ മൊത്തം ഞാൻ സെയിം കളറിൽ, അധികം പാച്ച് പുറത്തേക്ക് കാണാത്ത രീതിയിൽ സെയിം കളർ തന്നെയാണ് ചെയ്യുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബാഗ് വേറെ കളറിൽ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ എംബ്രോയിഡറി ചെയ്ത് വൈറ്റിലായ കാരണം ബാഗ് ചെയ്യുന്നത് വൈറ്റ് ആയിരിക്കുന്നതാണ്. നമ്മളിപ്പോൾ പുറത്തേക്ക് പ്ലാസ്റ്റിക് കവറൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്വന്തമായി ചെയ്തൊരു ബാഗ് ആകുമ്പോൾ അതിൻ്റെ ഒരു കംഫർട്ട് വേറെ ആയിരിക്കും. ഇനി നമുക്ക് ബാഗിന് 2 പിടുത്തം വേണം. അതിനായിട്ട് നമ്മൾ ഒരു 3.5 ഇഞ്ച് വീതിയിൽ തുണി എടുത്തിട്ട് ഫോൾഡ് ചെയ്തിട്ട് അടിക്കുകയാണ് ചെയ്യുന്നത്. ബാഗിൻ്റെ പിടുത്തത്തിന് ഉറപ്പ് ലഭിക്കുന്നതിനായിട്ട് നമ്മൾ അതിൻ്റെ മേലെ കൂടെ ഒരു 4 വട്ടോ അല്ലെങ്കിൽ ഒരു 5 വട്ടോ നമ്മളൊന്ന് അതിൻ്റെ മേലെ കൂടെ തയ്ച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല സ്ട്രോങ് ആവും. നമ്മൾ എന്നിട്ട് അതിൻ്റെ 2ൻ്റെ സെൻറ്റർ പിടിച്ച് കട്ട് ചെയ്യാണ് ചെയ്യുന്നത്. നമുക്ക് ആവശ്യത്തിനുള്ള പിടുത്തം നോക്കിയിട്ട് ബാക്കിയുള്ളത് വെട്ടിക്കളയാം. നമുക്ക് കൈ എവിടെയാണ് പൊസിഷൻ കാണുന്നതെന്നാണ് പറയുന്നത്. നമ്മൾ ആദ്യം ബാഗിൻ്റെ സെൻറ്റർ കണ്ടിട്ട് അതിൻ്റെ ഇരുവശത്തു നിന്നും വീണ്ടും ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്റർ കാണാനാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ 2 ഭാഗത്തും കൈ വയ്ക്കാനുള്ളത് മാർക്ക് ചെയ്തു. അതിന് നമ്മൾ ഒരു കൈ ആദ്യം അറ്റാച്ച് ചെയ്യണം. ആദ്യം നമ്മൾ ബാക്ക് സൈഡിൽ നിന്നാണ് അറ്റാച്ച് ചെയ്യുന്നത്. ഒരു ചീത്ത വശത്തു നിന്ന് നൂൽഭാഗം കാണുന്ന വശത്തേക്ക് വെച്ചിട്ട് തയ്ക്കുക ആദ്യം. അതിനുശേഷം ഫോൾഡ് ചെയ്യുക. അപ്പോൾ ആ അവസാനത്തെ ഭാഗം, അതായത് നാരുകൾ കാണുന്ന ഭാഗം ആരും പുറത്തേക്ക് കാണില്ല, നാര് പിളർന്നും പോരില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം നാര് കാണുന്ന ഭാഗം അടിച്ചിട്ട് അതിനെ ഫോൾഡ് ചെയ്യാൻ നോക്കാം. എന്നിട്ട് നമ്മൾ സ്ക്വയറായിട്ട് അടിച്ചിട്ട് ക്രോസാണ് അടിക്കാൻ പോണത്. ഇങ്ങനത്തെ സ്ക്വയർ അടിച്ചിട്ട് ക്രോസ് ചെയ്യുമ്പോൾ ബാഗിന് നല്ലൊരു സ്ട്രോങ് ആവും, വള്ളിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ബലം വരും. അങ്ങനെ ഇപ്പോൾ നമ്മളുടെ ഒരു ഭാഗം അടിച്ചിട്ട് ഇതേപോലെ തന്നെ നമ്മൾ 4 ഭാഗത്തും തയ്ക്കേണ്ടതാണ്. ഞാനൊരു വട്ടോടെയും കാണിച്ചു തരാം. ഇതിപ്പോൾ ഒരു ഭാഗം അടിച്ചു, ഇനി അടുത്ത ഭാഗം ഇതിൻ്റെ തന്നെ അടുത്ത പുറമാണ് നമ്മളുടെ ഇതിപ്പോൾ കറക്റ്റായിട്ട് കാണാൻ സാധിക്കും, സ്ക്വയറായിട്ട് ക്രോസ് വരച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ തന്നെ ഇപ്പുറത്തെ വശത്തോടെയും എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ആദ്യം നമ്മൾ നാരുള്ള ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ആ നാരുകളൊക്കെ പിളർന്ന് പോകുന്ന പെട്ടെന്ന് ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ റെഡി അടിക്കുന്നത്. അതിനുശേഷം നമ്മൾ സ്ക്വയർ അടിക്കുക, ക്രോസ് അടിക്കുക.
ഇങ്ങനത്തെ ക്രോസും സ്ക്വയറായിട്ട് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാഗിൻ്റെ കയ്യിൽ നല്ല ഉറപ്പായിരിക്കും. എല്ലാ വീട്ടമ്മമാർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ബാഗാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ കടയിൽ പോകുമ്പോഴായാലും പച്ചക്കറി വാങ്ങിക്കാനായാലും അതുപോലെ തന്നെ പലചരക്ക് വാങ്ങാനായാലും വളരെയധികം ഒരു ഉപകാരപ്രദമായിട്ടുള്ളൊരു ബാഗാണിത്. നമ്മളിതിൻ്റെ ചീത്തവശത്താണ് ബാഗിൻ്റെ കൈ അടിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ 2 പുറത്തും അടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് സൈഡ് അറ്റാച്ച് ചെയ്യാമെന്നാണ്. അതിന് നമ്മൾ ഉൾട്ട തിരിച്ചിടാണ് ചെയ്യുന്നത്. നമുക്ക് സൈഡിൽ വേണമെന്നുണ്ടെങ്കിൽ ഫോൾഡ് ചെയ്തിട്ട് അടിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ 2 വട്ടം സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതി. അത്യാവശ്യത്തിന് ഉറപ്പൊക്കെ ലഭിക്കും. പുറത്തുനിന്ന് ഇപ്പോൾ നമ്മൾ എന്ത് സാധനം വാങ്ങാൻ പോയാലും പ്ലാസ്റ്റിക് കവറാണ് കിട്ടുക. പിന്നെ അത് നമ്മൾ എങ്ങനെ ഡിസ്പോസ് ചെയ്യുന്നുണ്ടാണ് നമ്മൾ ആലോചിച്ചെടുക്കുക. തീയിടുക, അതേപോലെ തന്നെ പിന്നെ പറമ്പിലൊക്കെ കിടക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഇത് വരുന്നില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഫാബ്രിക് വെച്ചിട്ട് ഇപ്പോൾ നമ്മുടെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ 1/2 മീറ്റർ വാങ്ങിക്കുക, അധികം കോസ്റ്റ് വരുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ ബാഗ് എല്ലാവരും വീട്ടിൽ തയ്ച്ച് വയ്ക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഉപകാരപ്രദമായിരിക്കും. പ്ലാസ്റ്റിക്കിനോട് നമുക്ക് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പോൾ അധികം തയ്യലൊന്നും അറിയണമെന്നില്ല ഈ ബാഗ് തയ്ക്കാൻ. നമുക്ക് വെറും ലൈൻ സ്റ്റിച്ച് മാത്രമാണ് വരുന്നത് ബാഗ് തയ്ക്കുമ്പോൾ. പിന്നെ ഒരു ക്രോസും അതേപോലെ തന്നെ സ്ക്വയർ അടിക്കുന്നത് ബലത്തിന്, അത് നമ്മളിപ്പോൾ നോർമൽ ലൈൻസ് തന്നെയാണ് വരുന്നത്. അങ്ങനെ നമ്മുടെ ബാഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇപ്പം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബാഗ് തന്നെയാണിത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇത് നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ നമ്മുടെ ഇന്നത്തെ എക്കോ ഫ്രണ്ട്ലി വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സീ യു ഇൻ അനദർ വീഡിയോ. ബൈ.